ഒരു കുട്ടി ഇങ്ങനെ പിറന്നു വീഴുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടി ചെയ്ത തെറ്റുകൊണ്ടോ കുട്ടികളുടെ മാതാപിതാക്കൾ ചെയ്ത തെറ്റുകൊണ്ടോ അല്ല. അങ്ങനെ ഒരു കുട്ടി പിറന്നു വീണു, ഇത് ക്യൂറബിൾ അല്ല. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്, അത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതോ എൻ്റെ കണ്ണുകൾ വർക്ക് ചെയ്യുന്നതോ കാലുകൾ വർക്ക് ചെയ്യുന്നതോ കൈ വർക്ക് ചെയ്യുന്നതോ ഇതൊന്നും ഞാൻ നേടിയെടുത്ത കഴിവുകൊണ്ടൊന്നുമല്ല, ഞാനിങ്ങനെ പിറന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. അതുപോലെ അങ്ങനെ ഒരു കുട്ടി വന്നു എന്നുള്ളത് ആ കുട്ടി ചെയ്ത തെറ്റല്ല, മാതാപിതാക്കൾ ചെയ്ത തെറ്റല്ല. ഈ ഒരു അവയർനെസ്, നാളെ നമ്മുടെ വീട്ടിലും ഇത്തരം ഒരു കുട്ടി പിറക്കാം എന്നുള്ള ഒരു ബോധം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക, ഇതും DACയുടെ ലക്ഷ്യമാണ്. ഒരു അവയർനെസ് പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് ഇൻക്ലൂസീവ് ഇന്ത്യ ഹാസ് ബീൻ എ ട്രെമൻഡസ് ഇമ്പാക്റ്റ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ ഒരുപാട് സന്തോഷം. ആ ശബ്ദത്തിനകത്ത് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ ഇത്തരം ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്ന സമയത്ത് ശബ്ദമാണ് ആളുകളിലേക്ക്, അതിൻ്റെ മോഡുലേഷൻ, അതാണല്ലോ ഏറ്റവും പ്രധാനം. അതിലൂടെ മാത്രമേ ആളുകളിലേക്ക് അത് കൺവേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ അങ്ങോട്ടാണ് നന്ദി പറയുന്നത്. താങ്ക് യു സോ മച്ച്. പരസ്പരം, ബിക്കോസ് അതൊരു കോസാണ്. അത് സാറ് പറഞ്ഞ പോലെ അവയർനെസ്, ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറയുന്നതിലെ ആ മെസ്സേജ് ദാറ്റ് ഇന്ത്യ ഇസ് നോട്ട് റെഡി for these beautiful souls of precious children എന്നുള്ളത്, when India is striving towards a future so bright, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ അടുത്തയിടെ ആരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അവർക്ക് വേണ്ടി നമ്മൾ സ്ക്വയേഴ്സ് ഉണ്ടാക്കുകയല്ല വേണ്ടത്, അവരുടെ സർക്കിളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ് വേണ്ടത്. ആ ഒരു അവയർനെസ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴും ലാക്കിംഗ് ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ജപ്പാനൊക്കെ ഇപ്പോഴും ചെയ്യുന്ന എക്സ്ക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. അതാണ് നമ്മൾ ഇൻക്ലൂസീവ് സൊസൈറ്റിയാണ് ഉണ്ടാക്കേണ്ടത്. ഈ സാധാരണ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തിലെത്തി കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ സിലബസ് ഉണ്ടാക്കി അത് സെപ്പറേറ്റ് ചെയ്യണം. സാധാരണ ഈ കുഞ്ഞുങ്ങളെല്ലാം അവർക്ക് അവരുടേതായ ഒരു സ്കില്ലും ടാലന്റും എല്ലാം ഉണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഹോൺ ചെയ്യല്ലേ. എക്സാക്ട്ലി, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ജപ്പാനിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഇത്തരം ക്ലാസ് മുറികളുണ്ട്, ടീച്ചേഴ്സുണ്ട്. അവിടെ കുട്ടിയുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, അത് ഉണ്ട്, അവിടെ മസ്റ്റായിട്ട് അവിടെ ഉണ്ടാവണം. ആ കുട്ടികൾക്ക് പ്രത്യേകം എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അതേസമയം കളിചിരികൾ എല്ലാം മറ്റുള്ള കുട്ടികളുടെ കൂട്ടത്തിലാവും. ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊണ്ടുവരണം, ആ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തേ പറ്റും. തീർച്ചയായിട്ടും. അതുപോലെ നമ്മൾ ഇവരെ വിളിക്കുന്നത് ഗിഫ്റ്റഡ് അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി അതിന് റെഡി ആണോ? ബേസിക് റാംപ്സ് പോലും ഡിസബിലിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് അതിന് ശരി. കാരണം അവർക്ക് ഡിസബിലിറ്റി ഉണ്ട്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പിന്നെ ഈ സാധാരണ ഈ പ്രസംഗങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ഈ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചത് നിങ്ങൾക്കതിനുള്ള, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കുട്ടി നമുക്കുണ്ടായി കഴിഞ്ഞാൽ അവരുടെ വിഷമം എന്ന് പറഞ്ഞാൽ ദൈവം ഏൽപ്പിച്ചതോ അങ്ങനെയൊന്നും അല്ല. അതിൻ്റെ കാര്യങ്ങളതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത്. ഓരോ ദിവസവും അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം. ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം ആ ഡോക്ടർ പറയുകയാണ്, നിങ്ങളെ കുട്ടിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആ ജീവിതം മുഴുവൻ നാളെ മാറുമെന്നുള്ള പ്രതീക്ഷയൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങനെയാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇത്തരം സെക്ടറിലുള്ള ആളുകളെയാണ്. യെസ്, ആൻഡ് ഐ റിയലി സല്യൂട്ട് യു ഫോർ ഓൾ ദീസ് ഇനിഷ്യേറ്റീവ്സ്. DAC മാത്രമല്ല, ഇൻക്ലൂസീവ് ഇന്ത്യ പോലുള്ള ക്യാമ്പയിൻ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആസ് വെൽ. നിയമപഠനം പകുതി ഉപേക്ഷിച്ച് മാജിക്കിനെ പ്രേമിച്ച് പ്രണയിച്ച് പോയപ്പോൾ കൂടെ നിന്ന ഒരാൾ എന്ന് പറയുന്നത് സാറിൻ്റെ അച്ഛനാണെന്ന് വായിച്ചിട്ടുണ്ട്. അമ്മയെക്കുറിച്ചും വാതോരാതെ എന്നോട് പേഴ്സണലിയും അല്ലാതെയും സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന യുവർ ഡെയിലി മോട്ടിവേഷണൽ ടോക്സിലും റിലേഷൻഷിപ്സിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് സാറ് സംസാരിക്കാറുണ്ട്. ഞാൻ തോന്നുന്നു യു സ്പോക്ക് അബൌട്ട് സോക്രട്ടീസ് ആൻഡ് ഹിസ് വൈഫ് അല്ലേ. അപ്പോൾ റിലേഷൻഷിപ്സ് എങ്ങനെ നർച്ചർ ചെയ്യാം അല്ലെങ്കിൽ കൊണ്ടുപോകാം, ഇതിൻ്റെയൊക്കെ ഒരു ബേസ് യുവർ ലവ് ടു യുവർ മോം ആൻഡ് ഡാഡ് ആൻഡ് യുവർ ഫാമിലി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇല്യൂഷൻ ടു ഇൻസ്പിറേഷൻ എന്നൊരു സ്പെഷ്യൽ ഷോ വരെ അല്ലേ അച്ഛനുള്ള ട്രിബ്യൂട്ടായിട്ട്. യെസ്, സ്പീക്ക് അബൌട്ട് ഇറ്റ്, റിലേഷൻഷിപ്സ് ആൻഡ് ഹൗ യു ലുക്ക് അറ്റ് ദം. ഞാനത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു വളർന്ന സാഹചര്യത്തിൻ്റെതായിരിക്കാം. പിന്നെ അച്ഛൻ ഒരു ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛനൊരു എന്നെ സംബന്ധിച്ചിടത്തോളം മാതൃകാ പുരുഷനായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും ഞാൻ അച്ഛനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യത്തിനകത്ത്. ഇപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് 4ാം ക്ലാസ്സിലോ മറ്റുമാണെന്ന് തോന്നുന്നു, താൻ പാതി ദൈവം പാതി മാർക്ക് കുറഞ്ഞ സമയത്ത് സ്ലേറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ആരോ പറഞ്ഞു കേട്ട് വന്നതാണ്. അച്ഛൻ പറഞ്ഞു, അതൊന്നും ഇവിടെ പറഞ്ഞു നടക്കരുത്, ഒരു ദൈവവും നിന്നെ സഹായിക്കാൻ വരുന്നില്ല, നീ പഠിച്ചാൽ നിനക്ക് മാർക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവം അവിടെ നിന്ന് വന്ന് മാർക്ക് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ എൻ്റെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് ഒരടയാളം പോലും ബാക്കി വയ്ക്കരുത്.
എൻ്റെ ഓർമ്മ ദിവസമായിട്ട് നിങ്ങൾ അവിടെയും ഇവിടെയും പോയിട്ടുള്ള ഈ ഒഴുക്കി വിടലോ അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. മരിച്ചാൽ ഞാൻ ജസ്റ്റ് ബോഡി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. മനസ്സിലുണ്ടായാൽ മതി. ഞങ്ങളുണ്ടാക്കിയത് ഞങ്ങളുടെ നാട്ടിലൊരു വായനശാലയാണ് അച്ഛന് വേണ്ടിയിട്ട്. അച്ഛൻ്റെ പേരിലൊരു വായനശാല ഉണ്ടാക്കി, അത് മാത്രമാണ് ഉണ്ടാക്കിയത്. അല്ല ഞങ്ങളല്ലാതെ ഇതിനിങ്ങനെ ഒരു അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇതൊന്നും ഓരോരുത്തരുടെ മനസ്സിൻ്റെ കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ ഒരു പുരോഗമന ചിന്തയിലൂടെ, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ വാസ്തവം എന്ന് മക്കൾക്ക് പറഞ്ഞു തരാൻ യോഗ്യനായ ഒരു അച്ഛനായിരുന്നു അച്ഛൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഉയർത്തിപ്പിടിച്ച ഒരുപാട് മൂല്യങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചു. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല, ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല. എന്നോട് ഒരിക്കലും അച്ഛൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പറയാതെ പറഞ്ഞ വാക്കുകളിലൂടെ അതെങ്ങനെയും എൻ്റെ മനസ്സിലേക്ക്, ഞങ്ങളെല്ലാവരുടെയും എല്ലാ മക്കളുടെയും മനസ്സിലേക്ക് അത് ഇംപ്രിൻറ്റ് ചെയ്തു. അത് എന്തൊരു മാജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ എത്രയോ നേരിട്ടിട്ടുണ്ട് ഞാൻ. അപ്പോഴൊക്കെ ഞാൻ മോഡലാക്കിയിട്ടുള്ളത് എൻ്റെ അച്ഛനെയാണ്. ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്തും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആദ്യത്തെ മാജിക്ക് ഫ്ലോപ്പായിരുന്നു, പരാജയമായിരുന്നു. അപ്പോഴും അച്ഛൻ ആദ്യം പറഞ്ഞ അതാണ്, കുട്ടിയെ വിജയത്തിൽ നിനക്കൊന്നും പഠിക്കാൻ പറ്റില്ലടാ, പരാജയത്തിൽ നിന്നേ പാഠങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഇതൊരു 10 വയസ്സുകാരൻ്റെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം അങ്ങനെ ഉള്ള ഒരു മോഡലായി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അച്ഛനെയും അമ്മയും എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന കുട്ടികൾ, ഞാൻ ഇതാര് കേട്ടു എന്നെനിക്ക് പ്രശ്നമേ ഇല്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം പറയുന്നത്, ആർക്കെങ്കിലും ഒരാൾക്ക് അതിൻ്റെ പേരിൽ ചെറിയൊരു മാറ്റം വരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതല്ലേ വലുത്. അത്രേ ഉള്ളൂ. അപ്പം അത്തരം റിലേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതല്ലെങ്കിൽ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല, ഒരു രസവുമില്ല ജീവിതം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഫ്ലോപ്പായി പോകും. ഇത് പക്ഷേ ഭയങ്കര ബോണ്ടിങ് ആണ് നമുക്ക്. അതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാനത് കൊണ്ട് നടക്കുന്നുണ്ട്. ഞാനും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാത്തിൻ്റെയും അണ്ടർലൈയിങ് കോൺസെപ്റ്റ് ഇസ് അബൌട്ട് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു കണക്ട് വിത്ത് അതേഴ്സ്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ആ സോഷ്യൽ മീഡിയ ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ആളുകളുണ്ടല്ലോ, യു വോണ്ട് ബിലീവ്, ഒരു ദിവസം രാവിലെ എന്നെ ഒരു ലേഡി, എനിക്ക് പരിചയമില്ലാത്ത ലേഡി കണ്ണൂരിൽ നിന്ന് വിളിക്കുകയാണ്. കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സാറേ എന്തൊക്കെയാണ് കേൾക്കുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സാറിനെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്താണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വൈകുന്നേരം 5 മണിക്ക് അവർ വിളിച്ചു, ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിലുണ്ട് സാർ, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അവർ നേരെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഒരു 15 ദിവസം. അത് എന്താണ് അതിൻ്റെ അർത്ഥം? എങ്ങനെ ഞാനതിനെ വായിക്കണം? ഇങ്ങനെയുള്ള ആ ബന്ധങ്ങൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് ബന്ധങ്ങൾ തിരിച്ചറിയുന്നത്, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലേ? അത് തിരിച്ചറിയുന്ന ഘട്ടം എന്ന് പറയുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരം ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നത്. ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് നമ്മുടെ റിലേഷൻ, അത്രയും കാലം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത സ്നേഹം അപ്പോഴാണ് തിരിച്ചു കിട്ടുന്നത്. അച്ഛൻ പണ്ട് പറയുമായിരുന്നു, രാമായണത്തിൽ ലക്ഷ്മണൻ സീതയോട് പറയുന്നൊരു വാക്കുണ്ട്, കുട്ടിയെ, ഒരു ചരൽക്കല്ലിന് ഒരു തടാകത്തെ ചലിപ്പിക്കാൻ പറ്റുമെങ്കിൽ സ്നേഹമെന്ന പ്രതിഭാസത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇളക്കി മറിക്കാൻ പറ്റുമെന്ന് പറയും. ഒന്നും മനസ്സിലാവില്ല എനിക്ക്. ഞാൻ വള്ളി ട്രൗസറിട്ട് നിൽക്കുന്ന കാലമാണ്. കയ്യിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൻ്റെ അടുത്തേക്ക് അച്ഛൻ ഒരു കല്ലെടുത്തിട്ട് നടുവിലേക്ക് ഇങ്ങോട്ട് എറിയും. ഈ കല്ല് വീണ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ അലകളായി പോയി കരയിൽ തട്ടി അതേ സ്പോട്ടിലേക്ക് നിന്നെ തിരിച്ചു വരുമ്പോൾ അച്ഛൻ പറയും, നോക്കടാ, ഇതാണ് സ്നേഹം കൊടുത്താൽ നിനക്ക് സ്നേഹം കിട്ടും. എന്തൊരു പ്രാക്ടിക്കൽ ഇതാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഇതിലപ്പുറം ഒരു എഡ്യൂക്കേഷൻ എന്താ ഉള്ളത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു ജനറേഷൻ്റെ പ്രശ്നം, നമ്മൾ ലോകം മുഴുവൻ വികൃതം ഒന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല ആളുകളാണുള്ളത്, അതിനിടയ്ക്ക് കുറച്ച് ആളുകൾ മോശമായിട്ടുണ്ട്. അതുമാത്രമാണ് ലോകമെന്ന് ചിത്രീകരിക്കുന്നതാണ് നമ്മുടെ തെറ്റെന്ന് പറയുന്നത്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സാറിൻ്റെ ഓരോ കമ്മ്യൂണിക്കേഷനും. തുടരട്ടെ. പീപ്പിൾ ലൈക്ക് മീ ആർ റിയലി ഇൻസ്പയർഡ്. ആസ് വി കൺക്ലൂഡ്, ഗോപിനാഥ് മുതുകാട് ബഹ്റൈനിൽ കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിലും ഈ ചോദ്യം ഇല്ലാതെ അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം താങ്കളുടെ ജീവിതത്തിൽ, മാജിക് ജീവിതത്തിൽ അടയാളപ്പെടുത്തിയ ഒരു കൺട്രിയാണ് ബഹ്റൈൻ. ഒരു അപകടം, അത് എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഓരോ പ്രാവശ്യം ബഹ്റൈനിലേക്ക് വരുമ്പോഴും പറഞ്ഞ് സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ കളർഫുള്ളായിട്ട് കേട്ടിരിക്കുന്ന ഒരു കഥയാണ്. പക്ഷെ കഥയ്ക്കപ്പുറം യു ഹാഡ് ബിൻ ദെയർ, യു വെൻ ത്രൂ ഇറ്റ്. അതിൻ്റെ മെമ്മറീസ് ഹോണ്ട് ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്. ഞാൻ ഒരു പരിധി വരെ കാലം എനിക്ക് തീയെ പേടിയായിരുന്നു. തീ കാണുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ടെലിവിഷനിലൊക്കെ കാണുമ്പോൾ തന്നെ ഈ വല്ലാത്ത ആളലുണ്ടാവുമായിരുന്നു ഉള്ളിൽ. പിന്നെ ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹ്റൈനിൽ വരുന്ന സമയത്ത് മുഴുവൻ പ്രശാന്തേട്ടനെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ അവിടെ പോകും, സ്ഥലത്ത് പോയി അവിടെ പോകും. കഴിഞ്ഞ പ്രാവശ്യം പോയി. അപ്പോൾ ഞങ്ങളവിടെ പോയി കഴിഞ്ഞ ശേഷം അവിടുന്ന് അതൊരു നല്ലതാണ്. നമ്മൾ
വീണ സ്ഥലങ്ങൾ, നമുക്ക് പതനങ്ങളുണ്ടായ സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. ഞാനൊറ്റ കാര്യം പറയാം. ഇത് ഹൗഡിനി എന്ന് പറയുന്ന വിശ്വവിഖ്യാത ജാലവിദ്യക്കാരൻ്റെ 100ാം ചരമ വാർഷിക വർഷമാണ്. 1926 അദ്ദേഹം മരിക്കുന്നത്. ഇത് 2026, 100 വർഷമായി. അദ്ദേഹത്തിൻ്റെ മാജിക്കിൽ ഫ്ലോപ്പായ സാധനങ്ങളെല്ലാം അദ്ദേഹം ഇങ്ങനെ അൺവീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാജിക് കാസിലിൽ അദ്ദേഹം വിജയിച്ച സാധനങ്ങൾ ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ചില്ലിട്ട അലമാരയ്ക്കകത്ത് ഞാൻ ഈ മാജിക്കിനകത്തൊക്കെ പരാജയപ്പെട്ടു, ഇതിന്നതായിരുന്നു റീസൺ എന്ന് പറഞ്ഞിട്ട് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് മറച്ചു വയ്ക്കായിരുന്നു. പക്ഷേ അത് നല്ലതാണ്. ഒരു മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴും വീഴ്ചകളുണ്ടാവും. വീഴ്ചകളില്ലാത്ത ആരുമില്ല. ഈ വീഴ്ചകൾ തുറന്ന് പറയണം, നമ്മൾ അഡ്മിറ്റ് ചെയ്യണം ജീവിതത്തിലുണ്ടാകുമ്പോൾ. അതൊരു വലിയ പ്രശ്നമാണ്. ഞാനത് കണ്ടിട്ട് എനിക്കൊരു പ്രൊപ്പല്ലർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മാജിക് നടത്തിയിട്ട് ഞാൻ ഫ്ലോപ്പായിപ്പോയി. ഞാനത് അതുകൊണ്ടാണ് ഇന്ത്യ യാത്രകളുണ്ടായത്. രാജ്യം വിട്ടു പോയതാണ്, അതുകൊണ്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഹൗഡിനിയുടെ ആക്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പരാജയത്തിൻ്റെ 10ാം വാർഷികം സെലിബ്രേറ്റ് ചെയ്തു. പരാജയത്തിൻ്റെ 10ാം വാർഷികം. അന്ന് ഫ്ലോപ്പായ മാജിക് വീണ്ടും പുനരവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ 10ാം വാർഷികം സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇത്തരം വീഴ്ചകൾ എന്ന് പറയുന്നത് നമ്മൾ വിസ്മരിക്കുകയല്ല വേണ്ടത്, അത് നമ്മൾ ഓർത്തെടുക്കണം. അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ പോകണം. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ പാത എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇനി മേലോട്ട് പോയിട്ട് അവസാനം വീഴാനാണ് പോകുന്നത്, അല്ല നമ്മൾ ഉദിച്ചുയരാനൊന്നും അല്ല പോകുന്നത്. നമുക്ക് ഇങ്ങനെ തളർച്ചയുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു കാലം മുന്നിലുണ്ട് എന്ന് അവനവനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പഴയ വീഴ്ചകളൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ സന്തോഷം സാർ. താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. ബഹ്റിനിലെ ഈ ട്രിപ്പിന് എല്ലാ ആശംസകളും, സാറിൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സിനും എല്ലാം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പണം വാങ്ങി ജാലവിദ്യ നടത്തുന്നത് മാത്രമേ ഇദ്ദേഹം നിർത്തിയിട്ടുള്ളൂ. മനുഷ്യ സ്നേഹം കൊണ്ട് ജീവിതങ്ങളെ സ്പർശിക്കുന്ന മാജിക് ഇന്നും അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആകട്ടെ, ഒരുപാട് ജീവിതങ്ങളെ സ്പർശിക്കാൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ ഗോപിനാഥ് മുതുകാട്.